ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. ഫോൺ 8078000222. നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ നോക്കാം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു ചേലക്കരയിലെത്തി. സന്ദർശനത്തോടനുബന്ധിച്ച സമ്മേളനം സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു ഉദ്ഘാടനം ചെയ്തു. കതിന പൊട്ടിത്തെറിച്ച വയോധികന് ഗുരുതര പൊള്ളലേറ്റത് ചേലക്കര അന്തിമഹാകാളൻകാവ് സ്വദേശി 65 വയസ്സുള്ള വേണുവിന്. അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിൽ കതിന വെടിക്ക് മരുന്ന് നിറയ്ക്കുന്നതിനിടെ മുൻപ് കത്തിയ കതിനയുടെ തീപ്പൊരി വീഴുകയായിരുന്നു. മുഖത്തും ശരീരത്തിലും ഗുരുതരമായി പൊള്ളലേറ്റ വേണുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. LDF ചേലക്കര നിയോജക മണ്ഡലം പ്രകടന പത്രിക വിഷൻ 2031 പ്രകാശനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസയ്ക്ക് നൽകിക്കൊണ്ട് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP പ്രകാശനം നിർവഹിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെറുതുരുത്തിയിൽ റോഡ് ഷോ നടത്തി. ചെറുതുരുത്തി റെയിൽവേ പാലത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോ കൊച്ചിൻ പാലത്തിന് സമീപത്തെ ഹാപ്പിനെസ് പാർക്കിൽ സമാപിച്ചു. നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരന്നു. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻ പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. ശുശ്രൂഷകൾക്ക് താണിമോളത്ത് ജോയ്ക്കോർ എപ്പിസ്കോപ്പ കാർമ്മികത്വം വഹിച്ചു. നിരവധി ക്രൈസ്തവ വിശ്വാസികൾ തിരുകർമ്മങ്ങളിൽ പങ്കാളികളായി. ദുഃഖവെള്ളി ആചരണത്തോടനുബന്ധിച്ച് പങ്ങാരപ്പള്ളിയിൽ കുരിശിന്റെ വഴിയുടെ ലൈവ് ദൃശ്യാവിഷ്കാരം നടന്നു. KCYM സംഘടനയാണ് കുരിശിന്റെ വഴി പരിഹാര പ്രദക്ഷിണത്തോടനുബന്ധിച്ച് ദൃശ്യാവിഷ്കാരം നടത്തിയത്. നിരവധി വിശ്വാസികളും ആസ്വാദകരും പങ്കെടുത്തു. ഷൊർണൂർ കവളപ്പാറ ആര്യങ്കാവിലെ കുതിരകളിക്ക് ആവേശകരമായ തുടക്കം. രാത്രിയോടെ ത്രാങ്ങാലി ദേശത്തു നിന്നുള്ള ഇണക്കുതിരകൾ ക്ഷേത്രമുറ്റത്തിറങ്ങിയതോടെ കുതിരകളി ആരംഭിച്ചു. കുതിരകളി കാണാൻ ക്ഷേത്ര സന്നിധിയിലെത്തിയത് ആയിരങ്ങൾ. ചാലിശ്ശേരി അങ്ങാടിയിൽ കേന്ദ്രസേനയും ചാലിശ്ശേരി പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് മാർച്ച് സംഘടിപ്പിച്ചത്. 90ഓളം കേന്ദ്രസേനാംഗങ്ങൾ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. ഷൊർണൂർ മുണ്ടായ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സന്ധ്യ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ആദര സദസ്സും എൻഡോമെന്റ് സമർപ്പണവും സംഘടിപ്പിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. പ്രഭാത നമസ്കാരത്തോടുകൂടി ശുശ്രൂഷകൾക്ക് തുടക്കം കുറിച്ചു. പള്ളിക്ക് ചുറ്റും വികാരി ഫാദർ അബ്രഹാം യാക്കോബ് സ്ലീബ വഹിച്ച പ്രദക്ഷിണം നടത്തി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി വിശ്വാസികൾ ഹൈക്കോടതി വിധി നടപ്പാക്കാത്തതിനെതിരെയുള്ള പ്രാർത്ഥനായജ്ഞം തുടരുന്നു. പീഡാനുഭവവാരത്തോടനുബന്ധിച്ച് 4 ദിവസത്തേക്ക് സെമിത്തേരിയിൽ പ്രവേശിച്ച് കല്ലറകളിൽ പ്രാർത്ഥിക്കാനുള്ള അനുമതി ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നൽകിയിരുന്നു. സെമിത്തേരി തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് അധികാരികളെ സമീപിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് വിശ്വാസികളുടെ ആരോപണം. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിനു സമീപം വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, മറ്റു ഫലവൃക്ഷങ്ങൾ, കുഴൽക്കിണർ, കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ. ഫോൺ 8078000222 62 384 22503.